അമ്പര് ലക്ഷദ്വീപിൽ പല ആളുകൾക്കും കിട്ടിയിരുന്നു. പക്ഷേ ആലിക്കാക്കക്ക് കിട്ടിയത് അങ്ങനെയല്ല. ഇതുപോലുള്ള കടലാനയുടെ ഉള്ളിൽ നിന്ന് അതിൽ കയറി അതിൽ നിന്ന് ലാട്ടവും ബിജിലും അഥവാ പെട്രോൾ മാക്സും കത്തിച്ച് അതിൽ നിന്ന് ഛർദ്ദിക്കാതെ തന്നെ ആലിക്കാക്കയുടെ ഇഷ്ടം പോലെ അത് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആലിക്കാക്കക്ക് അമ്പരാലിക്കാക്ക എന്ന പേരും വന്നു. അക്കാലത്ത് അമ്പര് ബോട്ടും അമ്പര് സുറാമ്പിയുമൊക്കെ ഉണ്ടായിരുന്നു. സുറാമ്പി എന്ന് പറയുമ്പോൾ ഷോപ്പ് എന്നാണ്. അന്ന് അമ്പര് കിട്ടിയ ഒരാൾ അദ്ദേഹം ഒരു ഷോപ്പ് ഉണ്ടാക്കിയിരുന്നു. ഒരു സ്രാമ്പി, കച്ചവട സ്രാമ്പി. അതിന് അമ്പര് സ്രാമ്പി എന്നാണ് അന്നത്തെ ആളുകൾ വിളിച്ചിരുന്നത്. അങ്ങനെ അമ്പര് എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല, അന്ന് കാലത്തും അമ്പര് പല ആളുകൾക്കും കിട്ടിയിരുന്നു. അഗത്തി ദ്വീപിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർക്ക് അമ്പര് ആലിക്കാക്കയെക്കുറിച്ചും അമ്പര് ബോട്ടിനെക്കുറിച്ചും അമ്പര് സുറാമ്പിയെക്കുറിച്ചും നല്ല പോലെ അറിയാം. കടലാന എന്ന ഈ വലിയ മത്സ്യം, ബ്ലൂ വയൽ എന്ന ഈ വലിയ മത്സ്യം അന്ന് വൻകരയിലേക്ക് ഓടത്തിൽ ഓടുന്ന ആളുകൾ അത് അടുത്തേക്ക് വരുമ്പോൾ അതിന് ചിരട്ടയും മറ്റും ഇട്ടുകൊണ്ട് അതിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാറുണ്ടായിരുന്നു. പഴമക്കാരായ ആളുകൾ പറയുന്നത് അത് ഭക്ഷിക്കാൻ വേണ്ടിയാണ് അതിന് ചിരട്ട കൊടുക്കുന്നു എന്നതാണ്. എന്നാൽ പഴമക്കാരായ ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചില സമയത്ത് ചെറിയ തോണിയിലോ വലിയ ഓടത്തിലൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെയുള്ള ആ ഓടത്തിൽ പോയാൽ ചെറിയ തുരുത്താണെന്ന് വിചാരിച്ച് അതിൽ ഇറങ്ങി അവിടെ അടുപ്പുകൾ വെച്ച് തീ കൂട്ടി ഭക്ഷണം പാകം ചെയ്യാൻ നോക്കുമ്പോൾ അത് താഴ്ന്നു പോകുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ചിലർ പറയുന്നു ചില ബോട്ടുകളൊക്കെ ഈ വലിയ കടലാന വന്നിട്ട് അത് മറിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ നമ്മെപ്പോലെയുള്ള തലമുറയിലുള്ള ആളുകൾക്കത് വിശ്വസിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അമ്പർ തന്നെ പല തരത്തിലുമുണ്ട്. പൂവമ്പരുണ്ട്, മീനമ്പരുണ്ട്, അതുപോലെ പൊന്നമ്പരുണ്ട്. ഇങ്ങനെ പല അമ്പരുകളും പല വെറൈറ്റി അമ്പരുകളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ അമ്പരുകളിൽ തന്നെ മീനമ്പര് എന്ന് പറയുന്നത് സുഗന്ധദ്രവ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. നിറത്തിലുള്ള മഴുക് പോലെയുള്ള ഒരു സാധനമാണ് ഈ തിമിംഗലം ഛർദ്ദിച്ചുണ്ടാകുന്ന ഈ മീനമ്പര്. മീനമ്പരിന് നല്ല വിലയുണ്ട്, ഒരുപാട് വിലയുണ്ട്. $1 മില്യൺ കണക്കിന് വിലയുള്ള മീനമ്പര് അത് സുഗന്ധത്തിനും അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങൾക്കും അത് ഉപയോഗിച്ചു വരുന്നു. പക്ഷേ തിമിംഗലത്തിൻ്റെ വോമിറ്റിംഗ് ആയതുകൊണ്ട് തിമിംഗലത്തെ കൊന്നിട്ടാണ് അതിനെ എടുക്കുന്നു എന്നാണ് പലരും പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. തിമിംഗലം വോമിറ്റ് ചെയ്ത് അത് കടലിലൂടെ അടിഞ്ഞു വരികയോ കരയിൽ കയറുകയോ അല്ലെങ്കിൽ കടലിൽ നിന്ന് തന്നെ പലർക്കും കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പല ആളുകളും അത് എടുക്കുന്നത്. ഏതായാലും അമ്പര് എന്ന് പറയുന്നത് വലിയ വിലമതിപ്പുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷേ ചില ആളുകൾ അമ്പര് എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ അമേദ്യവും അതുപോലെ തന്നെ ദാറ് പോലെയുള്ള സാധനങ്ങളും വൻകരയിൽ കൊണ്ടുപോയി വിറ്റ ചരിത്രവും ഉണ്ട്. പണ്ടൊക്കെ അമ്പര് കിട്ടുക എന്നത് ലോട്ടറി അടിച്ച പ്രതീതിയാണ്. എന്ന് എല്ലാവർക്കും പേടിയാണ്. പോലീസ് പിടിക്കും എന്നതുകൊണ്ട് തന്നെ